ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ വീൽ ഇറ്റ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് എന്നെ അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് FIUGP MDC ഇംഗ്ലീഷ് പേപ്പറിൽ വൈ ഡസ് ദ പീകോക്ക് പെർച്ച്ഡ് ഓൺ മൈ ഡോർ പെഗ് ക്രൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുജറാത്തി ഫോക്ക് സോങ് ആണ്. ഇതിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ യൂട്യൂബിൽ അവൈലബിൾ ആണ്. അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പോരാത്തതിന് ഇതേ സോങ് ഒരു സിനിമയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് ഞാനിടാം. എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയത് ആ ഒരു ഡാൻസ് വീഡിയോ ആണ്. നിങ്ങളെപ്പോലുള്ള പിള്ളേർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് അതാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഒരു സോങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീണ്ടും പറയുന്നു, ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. Gujarati folk music, a rich and beautiful tradition that expresses the emotions and culture of the region, is often complemented by the vibrant embroidery and dance forms of Gujarat, which equally evoke emotions and tell stories. നമ്മുടെ നാട്ടിലെ നാടൻപാട്ട് പാരമ്പര്യം പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റിച്ച് ആയിട്ടുള്ള ഒരു നാടൻപാട്ട് പാരമ്പര്യം ഗുജറാത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അവിടുത്തെ ഡാൻസും അതുപോലെ അവരുടെ എംബ്രോയിഡറിയിലുള്ള സ്കിൽസും എല്ലാം വളരെ പോപ്പുലർ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫോമുകളിലൂടെ, ആർട്ട് ഫോമിലൂടെ അവരവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ പാരമ്പര്യത്തെക്കുറിച്ചും ഒക്കെ അവർ നമ്മളോട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇനി ഈ ഒരു നാടൻപാട്ട് എന്തിനെ കുറിച്ചിട്ടാണെന്ന് നോക്കാം. One beautiful song from this tradition tells the story of a person who is feeling sad because they are separated from their loved one. This song is a great example of how music can express the feelings of the heart. And the song's story is easy to understand, but it makes us feel deeply. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവനിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടി വന്ന ഒരു സ്ത്രീയുടെ ആ പെയിൻ ഓഫ് സെപ്പറേഷൻ, അതാണ് ഇവിടെ ഈ ഒരു സോങ്ങിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു പെയിൻ ഓഫ് സെപ്പറേഷൻ അവരൊരു പീകോക്കിന്റെ ക്രൈ ആയിട്ട് കണക്ട് ചെയ്യാണ്. ഓക്കെ, ചെറിയ സോങ് ആണ്, അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സോങ് ആണെങ്കിൽ പോലും അവർ ആ പങ്കുവെക്കുന്ന ഇമോഷൻസ് അത് നമ്മുടെ ഉള്ളിലേക്ക് വല്ലാതെ തട്ടുന്നുണ്ട്.
സോങ് ലിറിക്സ് എല്ലാവരും വായിച്ചല്ലോ. ഇപ്പോൾ സോങ്ങിൽ കാണുന്ന പോലെ ഒരു ഗുജറാത്തി സ്ത്രീയാണ് നമ്മുടെ സ്പീക്കർ. അവരുടെ പ്രിയപ്പെട്ടവനെ വേർപെട്ട് ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാവുന്ന വേദനയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീടിന് മുന്നിലിരുന്ന് കരയുന്ന ഒരു മയിലിനെ കാണുമ്പോൾ ആ മയിലിനോട് പറയുകയാണ്, ഇങ്ങനെ കരയരുത്, ഇങ്ങനെ കരയുന്ന സമയത്ത് എനിക്ക് തൻ്റെ പ്രിയപ്പെട്ടവനെ അവനെ വേർപെട്ടതിൻ്റെ ആ ഒരു വേദന അത് കൂടി കൂടി വരികയാണെന്ന് പറഞ്ഞിട്ടാണ് കവിത സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് അവരുടെ ഡ്രസ്സിങ്ങിലും അതുപോലെ തന്നെ അവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും ഒക്കെ പറഞ്ഞുകൊണ്ട് എത്രത്തോളം ആ അകൽച്ച അവരുടെ ജീവിതത്തിനോട് ചേർന്ന് നിൽക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പോൾ മയിലിനോട് പറയുകയാണ്, നീ എന്തിനാണ് എൻ്റെ ഹെഡ് ഓർണമെൻറ്റിൽ കരയുന്നത്, എൻ്റെ ബ്ലൗസിലിരുന്ന് എന്തിനാണ് കരയുന്നത്, നീ എന്തിനാണ് എൻ്റെ ആംഗ്ലെറ്റ്സിലിരുന്ന് കരയുന്നത്, ബാംഗിളിലിരുന്ന് കരയുന്നത്. അതായത് ആ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ആ വേദന എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെയാണ്. അപ്പോൾ ആ വിഷമം ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഡാൻസ് ചെയ്യുന്നതും മറ്റുള്ളവരുടെ മുന്നിൽ ഹാപ്പി ആയിട്ടിരിക്കുന്നതും എല്ലാം. ഓക്കെ, അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു സൈഡായിട്ട് വേറൊരു മുഖമായിട്ട് അവർ ഇരിക്കുകയാണ്. അപ്പുറത്ത് തൻ്റെ പ്രിയപ്പെട്ടവനെ അകന്നിരിക്കുന്ന ആ വേദന ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവരെല്ലാവരുടെയും മുന്നിൽ ചിരിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, അവരുടെ കസ്റ്റംസും അവരുടെ ട്രഡീഷനും എല്ലാം കൊണ്ടു നടക്കുന്നു. ഓക്കെ, അപ്പോൾ വീണ്ടും വീണ്ടും മയിലിനോട് റിക്വസ്റ്റ് ചെയ്യണം, നീ ഇങ്ങനെ കരയല്ലേ എന്ന് പറഞ്ഞ് ദൂരെ മാറിപ്പോയി കരയാൻ വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം. കാണുന്നത് Gujarati folk music is a rich and beautiful tradition that expresses the emotions and culture of the region. One beautiful song from this tradition tells the story of a person who is feeling sad because they are separated from their loved one. The song is a good example of how music can express the feelings of the heart. അപ്പോൾ ഗുജറാത്തി ഫോക്ക് മ്യൂസിക് എന്ന് പറയുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ട്രഡീഷൻ ആണ്. ആൻഡ് ഇറ്റ് എക്സ്പ്രസ്സസ് ദി ഇമോഷൻസ് ആൻഡ് കൾച്ചർ ഓഫ് ദി റീജിയൻ. And one beautiful song from this tradition tells the story of a person who is feeling sad because they are separated from their loved one. അപ്പോൾ തൻ്റെ പ്രിയപ്പെട്ടവരിൽ നിന്ന് അകന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ് നമ്മൾ ഈ കവിതയിൽ കാണുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം അത്രത്തോളം നമ്മുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു മീഡിയം ആയിട്ട് പാട്ടിനെ നമുക്ക് എടുക്കാം. The peacock's cry in the song symbolizes their sadness and makes the pain of being apart even worse. അപ്പോൾ ആ പീക്കോക്കിൻ്റെ കരച്ചില് ഇവിടെ എന്തുമായിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത്? അവരനുഭവിക്കുന്ന വേദനയായിട്ടാണ് സിംബലൈസ് ചെയ്യുന്നത്. And the peacock is seen perched on different places like the door peg near the entrance of the home and various pieces of the person's clothing such as the head ornament, blouse, saree and bangle. അപ്പോൾ ഓരോ വീടിൻ്റെ വാതിൽക്കൽ വന്നിരിക്കുന്നു. അതിനുശേഷം അവരുടെ വസ്ത്രത്തിൽ അതുപോലെ അവർ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങളെല്ലാം ഈ മയിൽ വന്നിരിക്കുന്നു. ആ മയിൽ അവിടെ ഇരുന്നൊക്കെ കരയുന്നു എന്നാണ് പറയുന്നത്. അപ്പം അത്രത്തോളം ആ വേദന തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെടുകയല്ല, തിരിഞ്ഞിരിക്കേണ്ടി വരുന്ന ആ വേദന അവരെ അലട്ടുന്നുണ്ടെന്ന് കാണിക്കാനാണ് അങ്ങനെ പറയുന്നത്. Each cry, the person wonders why the peacock is crying, showing how the sadness touches every part of their life. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കരയുന്ന കാണുമ്പോൾ നമ്മുടെ സ്പീക്കർ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? അപ്പോൾ ഇങ്ങനെ ആ വസ്ത്രത്തിനെയും ആഭരണങ്ങളൊക്കെ പറയുന്നതിലൂടെ അവരെന്താ വെച്ചാൽ ആ പെയിൻ ഓഫ് സെപ്പറേഷൻ അത് എത്രത്തോളം ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദെയർ ലൈഫ്, അങ്ങനെ അവരുടെ ലൈഫുമായിട്ട് ചേർന്ന് നിൽക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. And the song repeats this question, emphasizing the deep feeling of missing someone special. അപ്പോൾ ആ ചോദ്യം വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിക്കുന്നതിലൂടെ തനിക്ക് എത്രത്തോളം തൻ്റെ പ്രിയപ്പെട്ടവനെ ആ അകൽച്ച എത്രത്തോളം അവരെ അലട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. And the song story is easy to understand, but it makes us feel deeply. The person in the song is feeling sad because their loved one is away from them, and the sound of the peacock's cry makes them feel even more sad. And this shows how much people can hurt when they are away from those they love. The song also shows how nature can affect our emotions. അപ്പോൾ ഈ കവിതയിൽ ആ ഒരു ചോദ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യണം, why does the peacock cry? അപ്പോൾ ആ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ തന്നെ എത്രത്തോളം അവരുടെ ഇമോഷൻസ് അവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ പ്രകൃതി, നേച്ചർ, മയിലിൻ്റെ കരച്ചിൽ അല്ലെങ്കിൽ അതൊക്കെ എത്രത്തോളം മനുഷ്യൻ്റെ ഇമോഷൻസായിട്ട് കണക്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടെയാണ് ഈ സോങ്ങിൽ പറയുന്നത്. ഓക്കെ,
The song uses some beautiful poetic devices to make its message stronger. The peacock's cry is like a symbol of the person's sadness. The song also uses vivid imagery to paint a picture in our minds. This helps us to imagine the scene and feel the emotions of the person in the song. And the song's language is simple but effective. It makes us feel the person's sadness and longing. And the song shows that even simple words can express deep emotions. The song also shows how love can make us feel happy and sad at the same time. അപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് ഈ ഒരു സോങ്ങിൽ യൂസ് ചെയ്തായിട്ട് നമുക്ക് കാണാം. ഈ പീക്കോക്കിൻ്റെ ക്രൈ അല്ലെങ്കിൽ പീക്കോക്ക് കരയുന്നത് തന്നെ ആ പ്രിയപ്പെട്ടവന് നഷ്ടപ്പെട്ട ആ ഒരു വിഷമം അതാണത് സിംബലൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ഇമേജറീസ് നമുക്ക് കവിതയിൽ കാണാം. കവിത വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വീട്, അവിടെ ഒരു ഗുജറാത്തി സ്ത്രീ ഇരിക്കുന്നതും ഉമ്മറത്തൊരു മയിലിരിക്കുന്നത്, അതുപോലെ അവരുടെ ഹെഡ് ഓർണമെന്റിൽ വരുന്നത്, വളയിലിരിക്കുന്നത്, ആംഗ്ലറ്റ്സിലിരിക്കുന്നത്, അവരുടെ വസ്ത്രത്തിലിരിക്കുന്നത് എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള വാക്കിലാണെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഇമോഷൻസ് കവിതയിലായാലും പാട്ടിലാണെങ്കിലും ഷെയർ ചെയ്യാന്നുള്ളത് കൂടെ നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. In conclusion, this song is a beautiful example of Gujarati folk music. It uses simple language and poetic devices to express a powerful message about love and separation. This song makes us think about our own experiences of love and loss. It also shows how music can bring people together and help us understand each other's feelings. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. കോളേജിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ എടുക്കുന്ന ക്ലാസ്സുകൾ റീകളക്ട് ചെയ്യാനും നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട് നിങ്ങൾ വീലിറ്റിനെ കാണണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ ഫ്രണ്ട്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.